വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ മാള കുഴിക്കാട്ടുശ്ശേരിയിൽ കാർ പാറമടയിലേക്ക് വീണ് 3 മരണം. കൊടിഞ്ഞാമാക്കൽ സ്വദേശികളായ ശ്യാം, ജോർജ്, മൂരിക്കാട് സ്വദേശി ടിറ്റോ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:30-ഓടെയാണ് അപകടമുണ്ടായത്. തൃശൂരിൽ നിന്ന് സൂരജ് സജി ചേരുകയാണ്. സൂരജ്, എപ്പോഴാണ് ഈ അപകടമുണ്ടാകുന്നത്? ഈ കാറിൽ 3 പേർ മാത്രമാണോ ഉണ്ടായിരുന്നത്? ഗോപിക, ഇന്നലെ രാത്രി 10:30-ഓടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ ഈ ആളൂർ പോലീസും അതുപോലെ തന്നെ മാള ഫയർഫോഴ്സും സ്ഥലത്തെത്തിയെങ്കിൽ പോലും ഇവരെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഇത് കുത്തനെയുള്ള, അതായത് 40 അടി താഴ്ചയിലധികമുള്ള പാറമടയായിരുന്നു. ഈ റോഡിന് ഇരുവശവും പാറമടയാണ്. നിയന്ത്രണം വിട്ട് ഈ കാറ് പാറമടയിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ചാലക്കുടിയിൽ നിന്ന് സ്കൂബ സംഘത്തെ എത്തിച്ച് ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ 1 മണിയോട് കൂടിയാണ് ഈ 3 പേരെയും പുറത്തെടുക്കുന്നത്. അന്നേരത്തേക്കും 3 പേരും മരിച്ച നിലയിലായിരുന്നു. പിന്നീട് ഇവരെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിൽ ഈ ഒരാളെ, അതായത് ഈ ടിറ്റോയെ വീട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സംഘം പോകുന്നതിനിടയിലാണ് ഈ കാർ നിയന്ത്രണം വിട്ട് സുരക്ഷാ മതിൽ ഉൾപ്പെടെ തകർത്തുകൊണ്ട് ഈ പാറമടയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെയും ഇത്തരത്തിൽ അപകടങ്ങളൊന്നും ഉണ്ടായ മേഖലയല്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ പോലീസിനോ അല്ലെങ്കിൽ ഫയർഫോഴ്സിനോ ഒന്നും ആദ്യഘട്ടത്തിൽ ഇവരെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ഉണ്ടായിരുന്നത്. സ്കൂബ സംഘം എത്തി നടത്തിയ തിരച്ചിലിൽ ഈ കാറിന്റെ ഡോർ തുറന്ന നിലയിലായിരുന്നു. പക്ഷെ 3 പേർക്കും ഈ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഗോപിക, സൂരജ്, ഈ കാർ നിയന്ത്രണം വിട്ട് പാറമടയിലേക്ക് മറിയുകയായിരുന്നു അല്ലേ? ഒപ്പം തന്നെ ഇതൊരു അപകട സാധ്യതാ മേഖലയാണോ? സ്ഥിരം അപകടമൊക്കെ നടക്കുന്ന ഒരു മേഖലയാണോ? ഈ നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ഈ പാറമടയ്ക്ക് ഇരുവശത്തും മതിൽ ഉൾപ്പെടെ നിർമ്മിച്ചിരുന്നു. പക്ഷേ ഈ വാഹനം നിയന്ത്രണം വിട്ട് ഈ മതിലിൽ ഇടിച്ച ശേഷം മതിൽ തകർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പാറമടയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എങ്ങനെയാണ് ഈ കാർ അപകടത്തിൽപ്പെട്ടത്? ഈ വാഹനം ഓടിച്ചവർ ഈ ഉറങ്ങിപ്പോയിരുന്നു, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നെല്ലാം സംബന്ധിച്ചുള്ള പരിശോധനകൾ ഇന്ന് നടക്കും. പക്ഷേ ഇവർ പറയുന്നത് ഈ വാഹനം 50 അടി താഴ്ചയിലേക്ക് പോയത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഏറെ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി, ആളൂർ ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയെങ്കിൽ പോലും ഈ വാഹനം ഇത്രയും അടി താഴ്ചയിലായതുകൊണ്ട് തന്നെ ഇവർക്കൊരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ചാലക്കുടിയിൽ നിന്ന് സ്കൂബ സംഘത്തെ എത്തിച്ച് നടത്തിയ തിരച്ചിലിന് ഒടുവിലാണ്, അതായത് 10:30-ക്കാണ് അപകടം നടക്കുന്നത്. 1 മണിയോട് കൂടി മാത്രമാണ് ഈ വാഹനത്തിൽ നിന്ന് ഇവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. കാരണം ഏറെ മണിക്കൂറുകൾ നീണ്ട രക്ഷാദൌത്യം, ആ ദൌത്യത്തിന് ശേഷം മാത്രമാണ് ഇവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. പക്ഷേ ആ സമയത്തേക്ക് ഇവർ 3 പേരും മരിച്ചിരുന്നു. അത് കൊമ്പടിഞ്ഞാമാക്കൽ സ്വദേശികളായ ശ്യാം, അതുപോലെ തന്നെ ജോർജ്, മൂരിക്കാട് സ്വദേശിയായ ടിറ്റോ. ഈ ടിറ്റോയെ കൊണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ കൊമ്പടിഞ്ഞാമാക്കൽ സ്വദേശികളായ ശ്യാമും ജോർജും ഇവിടെ നിന്ന് കുഴിക്കാട്ടുശ്ശേരിയിൽ യാത്ര ശരി, സൂരജാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തൃശൂരിൽ പാറമടയിലേക്ക് കാർ മറിഞ്ഞ് 3 പേരാണ് മരിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും. വൈകിട്ട് 6:30-ക്ക് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങുന്ന മോദി ഹെലികോപ്റ്ററിൽ കൊച്ചിയിലെത്തും. 7 മണി മുതൽ മഹാരാജാസ് കോളേജിന് മുന്നിൽ നിന്നാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ തുടങ്ങുന്നത്. തുറന്ന വാഹനത്തിൽ 2 കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന മോദി ഗസ്റ്റ് ഹൌസിലാണ് താമസിക്കുക. റോഡ് ഷോയിൽ 50,000 പേർ പങ്കെടുക്കുമെന്ന് BJP നേതൃത്വം അറിയിച്ചു. 17-ന് രാവിലെ ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ ജില്ലയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ ഇന്നും പ്രതിഷേധം തുടരും. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ബുധനാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് നൈറ്റ് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് ആണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ 17-ന് കോടതി പരിഗണിക്കും. ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ജാമ്യം ലഭിക്കും വരെ പ്രതിഷേധം തുടരാനാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി താഴെത്തട്ടിൽ പ്രവർത്തനം ശക്തമാക്കാൻ കോൺഗ്രസ് ബൂത്ത് തലത്തിൽ കമ്മിറ്റികൾ രൂപീകരിച്ചു. CPIM മാതൃകയിൽ വോട്ടർ പട്ടിക പരിശോധിച്ച് ഉറപ്പാക്കാൻ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകി. ഓരോ ബൂത്ത് കമ്മിറ്റികളിലും പ്രത്യേകം സമിതികൾ രൂപീകരിച്ച് പ്രാദേശിക തലത്തിൽ ചുവടുറപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി ബൂത്ത് തലത്തിൽ 4-അംഗ സമിതികൾക്ക് തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകി. ബൂത്ത് പ്രസിഡന്റ്, വനിതാ വൈസ് പ്രസിഡന്റ്, BLOമാർ, ഒരു പാർട്ടി പ്രതിനിധി എന്നിവർ അടങ്ങുന്നതാണ് സമിതി. വോട്ടർ പട്ടിക പരിശോധിച്ച് ഉറപ്പുവരുത്താനും ബൂത്ത് തലത്തിൽ കുടുംബയോഗങ്ങൾ ഉൾപ്പെടെ വിളിച്ച് പ്രാദേശിക തലത്തിൽ തിരഞ്ഞെടുപ്പ് ഏകോപിപ്പിക്കേണ്ട പൂർണ്ണ ചുമതല ഈ സമിതികൾക്കായിരിക്കും. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വാർ റൂമുകളുടെ പ്രവർത്തനം
പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിക്കാനാണ് KPCC നിർദ്ദേശം. വരും ദിവസങ്ങളിൽ ബൂത്ത് തല ഭാരവാഹികൾക്കായി ബ്ലോക്ക് തലത്തിൽ പ്രത്യേക പരിശീലന പരിപാടികൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആരംഭിക്കും. പ്രതിപക്ഷ നേതാവിന്റെ ജില്ലാ പര്യടനം പൂർത്തിയായതിനു ശേഷം ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ KPCC വിലയിരുത്തും. AB ജയശങ്കർ, 24, തിരുവനന്തപുരം. BJPക്ക് പിന്നാലെ തൃശൂരിൽ വനിതാ മഹാസംഗമം സംഘടിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാനൊരുങ്ങി കോൺഗ്രസും. അടുത്ത മാസം 4-ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സമരം ഉദ്ഘാടനം ചെയ്യും. ബൂത്ത് തല ഭാരവാഹികളായ 75,000-ലേറെ പേരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനാണ് നീക്കം. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയുണ്ട് വിശദാംശങ്ങളുമായി. സൂരജ്, ഈ വനിതാ മഹാസംഗമത്തിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടുകയാണ് കോൺഗ്രസ്, അല്ലേ? ഗോപിക, എന്തായാലും BJP പ്രധാനമന്ത്രി എത്തിച്ചുകൊണ്ട് ഈ മാസം ആദ്യം, അതായത് മാസം 3-ാം തീയതിയോട് കൂടിയായിരുന്നു ഒരു വലിയ മഹാസംഗമം തൃശ്ശൂരിൽ സംഘടിപ്പിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺഗ്രസും അത്തരത്തിലൊരു മഹാസംഗമത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതും AICC അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ എത്തിച്ചുകൊണ്ട് അത്തരത്തിൽ ഈ മഹാസംഗമം നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 4-ന് തേക്കിൻകാട് വെച്ചായിരിക്കും ഈ മഹാസംഗമം നടക്കുക. അത് സംസ്ഥാനത്തെ 25,000-ലധികം വരുന്ന ബൂത്ത് പ്രസിഡന്റുമാർ, വനിതാ പ്രസിഡന്റുമാർ, BLOമാർ എന്നിങ്ങനെ തുടങ്ങി 3 വിഭാഗങ്ങളിലായി 75,000-ലധികം പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ ഈ ബൂത്ത് തലം തുടങ്ങി മുകളിലേക്കുള്ള, അതായത് മണ്ഡലം മുതൽ AICC തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള മുഴുവൻ നേതാക്കളും ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ഈ തൃശ്ശൂരിൽ BJPയുടെ നേതൃത്വത്തിൽ വലിയ പ്രചരണം, അതായത് നാളെ പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്താനിരിക്കുന്നു, അത്തരത്തിൽ വ്യാപകമായ ഒരു പ്രചാരണം ജില്ലയിൽ ഇടയിലാണ് എന്തായാലും കോൺഗ്രസിന്റെ അധ്യക്ഷനെ തന്നെ എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു മഹാസംഗമം സംഘടിപ്പിക്കുന്ന നടപടികളിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് കടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർ പറയുന്നത് ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന റാലിയുടെ ഭാഗമായി, ന്യായയാത്രയുടെ ഭാഗമായി കടന്നു പോകാത്ത സംസ്ഥാനങ്ങളിൽ ഈ AICC അധ്യക്ഷൻ നടത്തുന്ന ഒരു പര്യടനമുണ്ട്. ആ പര്യടനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് കേരളത്തിലും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അതിൽ തൃശൂർ തെരഞ്ഞെടുത്തതിന് പിന്നിലുള്ള രാഷ്ട്രീയം ഇത് തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി എത്തിച്ചുകൊണ്ട് BJP നടത്തുന്ന പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങൾക്ക് ഒരു മറുപടി അതേ വേദിയിൽ തന്നെ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു മഹാസംഗമം സംഘടിപ്പിക്കാനുള്ള നീക്കത്തെ ഇപ്പോൾ കോൺഗ്രസ് കടന്നിരിക്കുന്നത്. ഗോപിക, ഏതായാലും BJPക്ക് പിന്നാലെ തൃശൂരിൽ വനിതാ മഹാസംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് തൃശൂരിൽ നിന്ന് സൂരജ് സജി നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ 3-ാം ദിവസത്തെ പര്യടനം നാഗാലാൻഡിൽ നിന്ന് ആരംഭിക്കും. കുസാമയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. 2 ദിവസം ന്യായ് യാത്ര നാഗാലാൻഡിൽ പര്യടനം നടത്തും. കൊഹിമയിൽ വെച്ച് രാഹുൽ ഗാന്ധി ഉച്ചയ്ക്ക് 1 മണിക്ക് വാർത്താ സമ്മേളനം നടത്തും. കലാപബാധിത മേഖലകളിൽ യാത്ര നടത്തിയതിന് പിന്നാലെയാണ് രാഹുലിന്റെ വാർത്താ സമ്മേളനം. വിവിധ വിഭാഗങ്ങളുടെ വൻ പിന്തുണയാണ് മണിപ്പൂരിൽ രാഹുലിന് ലഭിച്ചത്. ഇന്നലെ വൈകിട്ട് നാഗാലാൻഡിൽ പ്രവേശിച്ച യാത്രയിൽ നാഗാ സംഘടനകളെ പ്രതിനിധീകരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാഗാ ഹോഹോയുടെ പ്രതിനിധി സംഘവുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ നടത്തുന്ന സമരത്തിന്റെ തീയതി ഇന്ന് ചേരുന്ന ഇടതുമുന്നണി യോഗം തീരുമാനിക്കും. രാവിലെ 10:30-ന് AKG സെന്ററിലാണ് യോഗം. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന നടപടിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് രാജ്യ തലസ്ഥാനത്ത് അസാധാരണ സമരം സംഘടിപ്പിക്കാൻ ഇടതുമുന്നണി ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും സമരത്തിന്റെ ഭാഗമാകും. പ്രതിപക്ഷവും സമരത്തിന്റെ ഭാഗമാകണമെന്ന് നിർദ്ദേശം മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് അന്തിമ തീരുമാനം അറിയിക്കാം ാണ് പ്രതിപക്ഷം സർക്കാരിനെ അറിയിച്ചത്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുഖ്യപ്രതിയായ P. സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ സെപ്റ്റംബർ 4-നാണ് സതീഷ് കുമാറിനെ ED അറസ്റ്റ് ചെയ്തത്. 3 മാസമായി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യഹർജി നൽകിയത്. സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ കീഴ്ക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തട്ടിപ്പുമായി തനിക്ക് ഒരു ബന്ധവുമില്ല എന്നും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ മൊഴി നൽകാത്തതിനാലാണ് കേസിൽ പ്രതിയാക്കിയത് എന്നും ഹർജിയിൽ പറയുന്നു. ഓർമ്മകളിൽ ആശാൻ. തെന്നലിൽ തണ്ടലഞ്ഞു വിടരുന്ന താരുകൾ. മഹാകവി കുമാരനാശാന്റെയും സഹയാത്രികരുടെയും ജീവനെടുത്ത റെഡീമർ ബോട്ട് ദുരന്തത്തിന് ഇന്ന് 100 വർഷം. 1924 ജനുവരി 16-ന് പുലർച്ചെ 5 മണിക്കാണ് കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പുറപ്പെട്ട റെഡീമർ ബോട്ട് പല്ലനയാറ്റിലെ പുത്തൻകരി വളവിൽ അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന സ്ഥലം ഇന്ന് കുമാരകോടി എന്ന് അറിയപ്പെടുന്നു. അവിടെയാണ് ആശാൻ സ്മാരകം.
ഒരു നൂറ്റാണ്ടിനപ്പുറം മഹാകവിയുടെ ജീവനെടുത്ത പല്ലനയാറിന് ഇന്ന് ആ രൗദ്രഭാവമില്ല. പകരം ശാന്തത മാത്രം. 100 വർഷങ്ങൾക്ക് മുൻപ് ഇന്നീ ദിവസം പല്ലനയാറിലേക്ക് ദുരന്തം ഒരു പെരുമഴയായി പെയ്തിറങ്ങി. ട്രാവൻകൂർ കൊച്ചിൻ ബോട്ട് സർവീസിന്റെ റെഡീമർ ബോട്ട് രാത്രി 10:30 കൊല്ലത്ത് നിന്ന് യാത്ര തുടങ്ങിയത്. പുലർച്ചെ 5 മണിക്ക് പല്ലനയിലെ കൊടുംവളവിൽ ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ സ്രാങ്ക് സൈമൺ പെട്ടെന്ന് വെട്ടിച്ചതോടെ ബോട്ട് തലകീഴായി മറിഞ്ഞു. ആറിന്റെ നല്ല വളവും കുത്തൊഴുക്കും അസാധാരണമായ ആഴവും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. അധികം ആൾപ്പാർപ്പില്ലാത്ത കരയിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് തന്നെ മണിക്കൂറുകൾ കഴിഞ്ഞായിരുന്നു. പല ദിവസങ്ങളിലായി 24 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അമിതമായ ദൂരം, അതുപോലെ തന്നെ കുമാരകോടി ആറിൻ്റെ വളവ് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. യാത്രക്കാർ ധാരാളം ഉണ്ടായിരുന്നു. അത് തിരിക്കുവാനുള്ള ആ തന്ത്രപ്പാടിലാണ് ആ ഇരുന്നില ബോട്ട് കീഴ്മേൽ മറിയുന്നത്. മഹാകവി കുമാരനാശാൻ പലരെയും രക്ഷിച്ചതിന് ശേഷം അവശനായി തീർന്നു. അദ്ദേഹം ഒടുവിൽ ആ പല്ലനയാറിൻ്റെ ആഴങ്ങളിലേക്ക് അകപ്പെട്ടു പോവുകയാണ് ചെയ്തത്. വീടുകളിൽ ഈ കാപ്പിയും അപ്പവുമായി വിൽക്കാൻ വരുന്ന ഒരു കാപ്പി കച്ചവടക്കാരൻ ആണ് ആ മൃതദേഹം ആദ്യമായി കാണുന്നത്. ബോട്ടിൽ യാത്ര ചെയ്ത കറുത്ത കോട്ടും തവിട്ട് ഷാളുമിട്ട തുകൽപ്പെട്ടിയുമായി തലയെടുപ്പോടെ ബോട്ടിലേക്ക് കയറി വന്ന കുമാരനാശാനെ പറ്റി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആലുവിലേക്കായിരുന്നു ആശാന്റെ യാത്ര. നീന്തൽ അറിയാവുന്ന കുമാരനാശാൻ രക്ഷപ്പെട്ടെന്നായിരുന്നു ആദ്യ പ്രതീക്ഷ. എന്നാൽ അപകടം നടന്ന സ്ഥലത്തിന് 1/2 കിലോമീറ്റർ മാറി ആറ്റിലേക്ക് ചാഞ്ഞു കിടന്നിരുന്ന കാട്ടുവരത്തിയുടെ ശിഖരങ്ങളിൽ ഉടക്കിക്കിടക്കുന്ന നിലയിൽ 3-ാം ദിവസമാണ് ആശാന്റെ മൃതദേഹം കണ്ടെത്തിയത്. അപകടം നടന്നതിന്റെ പടിഞ്ഞാറക്കരയിൽ ആശാന്റെ മൃതദേഹം സംസ്കരിച്ചു. അതോടെ പല്ലനയിലെ പുത്തൻകരി വളവ് കുമാരകോടിയായി അറിയപ്പെട്ടു. കല്ലറ കെട്ടിയാണ് ആദ്യകാലത്ത് ഇവിടം സംരക്ഷിച്ചത്. പിന്നീട് കല്ലറയ്ക്ക് മീതെ സ്മൃതി മണ്ഡപം ഉയർന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ആശാൻ കൃതികളുടെ ദൃശ്യാവിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തി മണ്ഡപം പുതുക്കി പണിതു. 24 ആലപ്പുഴ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കി ശൈത്യതരംഗം. വരുന്ന 2 ദിവസം കൂടി ശക്തമായ മൂടൽമഞ്ഞിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മൂടൽമഞ്ഞിൽ നിരവധി വിമാനങ്ങൾ വൈകിയതോടെ മണിക്കൂറുകളോളം യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. ഗോവയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഇൻഡിഗോ വിമാനം മുംബൈയിൽ ഇറക്കി. മൂടൽമഞ്ഞിനെ തുടർന്നുള്ള വിമാനത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി യാത്രക്കാർക്ക് നൽകാൻ DCGA വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. യാത്രക്കാരുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് തീരുമാനം. ഡൽഹിയിൽ വായുമലിനീകരണം ഉയർന്നതോടെ നിയന്ത്രണങ്ങൾ കർശനമാക്കി. കൊച്ചി കുസാറ്റ് അപകടത്തിൽ ജീവൻ നഷ്ടമായ പാലക്കാട് മുണ്ടൂർ സ്വദേശി ആൽബിൻ ജോസഫിന്റെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. KSFE ഓഫീസേഴ്സ് യൂണിയൻ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടിയിൽ മുൻ മന്ത്രി AK ബാലൻ നിർവഹിച്ചു. കുടുംബം പോറ്റാൻ ജോലി, ശേഷം നല്ലൊരു വീട്, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് ആൽബിൻ ജോസഫ് യാത്രയായത്. മരണശേഷം ആൽബിന്റെ വീട് സന്ദർശിച്ച മുൻ മന്ത്രി AK ബാലൻ CPIM സഹായത്തോടെ ആൽബിന്റെ കുടുംബത്തിന് പുതിയ വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. KSFE ഓഫീസേഴ്സ് യൂണിയൻ ഓരോ ജില്ലയിലും 2 വീതം വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതി പുരോഗമിക്കുകയാണ്. ഈ പദ്ധതിയിലെ 2ാമത്തെ വീടാണ് ആൽബിന്റെ കുടുംബത്തിനായി ഒരുങ്ങുന്നത്. 7.5 ലക്ഷം രൂപ ചെലവിൽ KSFE ഓഫീസേഴ്സ് യൂണിയൻ ഒരു വീട് വെക്കാൻ തീരുമാനമെടുത്തത്. ഇവിടെയുള്ള പാർട്ടിയുമായി ആലോചിച്ച സമയത്ത് 1.5 ലക്ഷം രൂപ പാർട്ടിയും സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 9 ലക്ഷത്തിന് 620 സ്ക്വയർ ഫീറ്റിലൊരു വീട് 3 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ പോവുകയാണ്. ജോലിക്കായി സുഹൃത്തിനെ കാണാൻ വീട് വിട്ടിറങ്ങിയ മകന്റെ ചേതനയേറ്റ ശരീരമാണ് തൊട്ടടുത്ത ദിവസം കുടുംബം കണ്ടത്. ആ വേദനയുടെ ഞെട്ടലിൽ നിന്ന് ഇനിയും മുക്തമാകാനായിട്ടില്ലെങ്കിലും അടച്ചുറപ്പുള്ള ഒരു കൂരയെന്ന ആശ്വാസം ചെറുതല്ലെന്ന ആൽബിന്റെ പിതാവ്. നമ്മുടെ വീടിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലില്ല. എന്താ ചെയ്യാ, നമുക്ക് വിധിയാത്രയുള്ളൂ, അത് സമാധാനിക്കുക, അല്ലാതെ എന്താ പറയുന്നത്. ഏപ്രിൽ 30-നകം വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് സംഘടനയുടെ ശ്രമം. 24 പാലക്കാട്.
അദാലത്തിലൂടെ ഭൂമി തരം മാറ്റി നൽകാനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് റവന്യൂ വകുപ്പ്. സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് പനമരത്ത് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. 25 സെന്റിൽ താഴെയുള്ളവർക്കായി ഭൂമി തരം മാറ്റി നൽകുന്നത് 251 പേർ ആദ്യഘട്ടത്തിൽ ആനുകൂല്യത്തിന് അർഹരായി. ഭൂമി തരം മാറ്റൽ നടപടിക്ക് വേഗം കൂട്ടാനായിരുന്നു നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ചത്. നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയെങ്കിലും ഒപ്പിടാൻ ഗവർണർ തയ്യാറായില്ല. ഇതോടെ തരംമാറ്റൽ നടപടികൾ വൈകി. ഇതിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് അദാലത്തുകൾക്ക് തുടക്കമായത്. രേഖകളിൽ തണ്ണീർത്തടമായതിന്റെ പേരിൽ പ്രതിസന്ധിയിലായ സാധാരണക്കാർക്ക് തരം മാറ്റൽ അദാലത്തിലൂടെ ആനുകൂല്യം ലഭിക്കും എന്നതാണ് പ്രത്യേകത. ആദ്യ അദാലത്തിൽ 251 പേർക്കാണ് ഭൂമി തരം മാറ്റി നൽകിയത്. കേരളത്തിന്റെ ഭൂപതിവ് നിയമത്തിൽ, കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ ഭേദഗതിയിൽ ഗവർണർക്ക് സ്വന്തമായി തോന്നിയ ഏതെങ്കിലും ഒരു അഭിപ്രായം കേരളത്തിലെ ഗവൺമെന്റിനോട് ചോദിച്ചില്ല. അങ്ങനെ ചോദിക്കാൻ ഗവർണർക്ക് അവകാശവുമില്ല. എങ്കിലും ചോദിച്ച മറുപടിയില്ലേ കേരളത്തിലെ ഗവൺമെന്റിന് പറയും. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ ഭേദഗതിയിൽ പരാതിയുടെ പുറത്തുപോലും ഒരു നോട്ട് ഗവർണർ കേരളത്തിലെ ഗവൺമെന്റിന് മുമ്പിൽ തന്നിട്ടില്ല. പിന്നെന്ത് ഈ അഭിപ്രായം കൊണ്ടുചെയ്തു വെക്കുന്നു? കേരളത്തിൽ ഭൂമി തരമാറ്റലിന് 3,74,218 അപേക്ഷകൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 1,16,432 എണ്ണത്തിൽ നടപടിയായി. കൃത്യമായ പരിശോധനയിലൂടെ അർഹർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുകയെന്ന് മന്ത്രി വ്യക്തമാക്കി. 68 ജൂനിയർ സൂപ്രണ്ടുമാരെയും 181 ക്ലർക്കുമാരെയും തരം മാറ്റ അപേക്ഷകൾ കൈകാര്യം ചെയ്തതിന് മാത്രമായി റവന്യൂ വകുപ്പ് നിയമിച്ചിട്ടുണ്ട്. 24 വയനാട്. അങ്കണവാടി ഉദ്ഘാടനത്തിന് തുക അനുവദിച്ച മുൻ എംപി സുരേഷ് ഗോപിയെ അവഗണിച്ചതിനെ തുടർന്ന് ജനകീയ ഉദ്ഘാടനം നടത്തി BJP. പാലക്കാട് അകത്തേത്തറ പണ്ടാരക്കളം അങ്കണവാടിയുടെ ഉദ്ഘാടനത്തിൽ നിന്നാണ് സംസ്ഥാന വിഹിതത്തെക്കാൾ കൂടുതൽ തുക നൽകിയിട്ടും സുരേഷ് ഗോപിയെ ഒഴിവാക്കിയത്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉദ്ഘാടനം പറഞ്ഞ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അതിൽ മുഴുവൻ രാഷ്ട്രീയം മാത്രം കലർത്തിക്കൊണ്ട് ഒരു ഉദ്ഘാടനമാണ് അവിടെ MLA പ്രഭാകരൻ ഇവിടെ വന്ന് നിർവഹിക്കാൻ പോകുന്നത്. പക്ഷേ അത് തീർത്തും ഒരു രാഷ്ട്രീയ ഉദ്ഘാടനം മാത്രമായിരിക്കും. യഥാർത്ഥത്തിലുള്ള ജനകീയ ഉദ്ഘാടനം ഇന്ന് ഇവിടെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. 5 ലക്ഷം രൂപ തൊഴിലുറപ്പ് ഫണ്ടും പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്ന് 3 ലക്ഷവും ICDS ഫണ്ടിൽ നിന്ന് 2 ലക്ഷവും ഒപ്പം മുൻ രാജ്യസഭാ MP സുരേഷ് ഗോപിയുടെ ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപയും ഉപയോഗിച്ചായിരുന്നു പണ്ടാരക്കളത്തെ അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ ഉദ്ഘാടനം എടുത്തപ്പോൾ അംഗൻവാടിക്കായി ഏറ്റവും അധികം തുക നൽകിയ സുരേഷ് ഗോപിയെ CPM ഭരിക്കുന്ന പഞ്ചായത്ത് ചടങ്ങിന് ക്ഷണിച്ചില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഉദ്ഘാടനം നടക്കുന്നതിന് ഒരു ദിവസം മുൻപ് BJP ജനകീയ ഉദ്ഘാടനം നടത്തിയത്. ഇവിടുത്തെ പൊതുജനങ്ങളുടെ വികാരം കണക്കിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി MP കൂടി ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാനും മറ്റുള്ളവരും ചേർന്നിട്ട് ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി. ഇവിടുത്തെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് തീർത്തും അതിനെ അവഗണിക്കുന്ന രീതിയിൽ ഒരു സമീപനം ഉണ്ടാവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള സംഘാടക സമിതി രൂപീകരണത്തിലും പ്രസിഡന്റ് വന്നപ്പോൾ പോലും ഈ ഒരു ഫണ്ടിനെക്കുറിച്ച് സുരേഷ് ഗോപി MP തന്നിട്ടുള്ള ഫണ്ടിനെക്കുറിച്ച് പറയുവാനോ ഒന്നും യാതൊരു വിധത്തിലുള്ള അവരുടെ ഭാഗത്തുനിന്ന് ഒരു സമീപനം ഉണ്ടായിരുന്നില്ല. ഒരു സാമാന്യ മര്യാദയ്ക്ക് പോലും അവരെ ഈ രീതിയിൽ ക്ഷണിക്കാനോ കാര്യങ്ങളോ പോലും മുതിരുന്നുണ്ടായിരുന്നില്ല. സുരേഷ് ഗോപിയെ അവഹേളിക്കുന്ന തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ സമീപനം ഉണ്ടായെന്നും BJP ആരോപിക്കുന്നു. എന്നാൽ MP നൽകിയതിനേക്കാൾ കൂടുതൽ ഫണ്ട് സംസ്ഥാന വിഹിതമായി അംഗൻവാടിക്കായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും നിലവിൽ MP അല്ലാത്തതിനാലാണ് സുരേഷ് ഗോപിയെ ക്ഷണിക്കാതിരുന്നത് എന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. 24 പാലക്കാട്. തൊടുപുഴ വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുള്ള 5 പശുക്കളെ സർക്കാർ ഇന്ന് കൈമാറും. ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നേരിട്ടെത്തിയാണ് പശുക്കളെ നൽകുക. മാട്ടുപ്പെട്ടിയിലെ സർക്കാർ ഫാമിൽ നിന്നാണ് പശുക്കളെ എത്തിക്കുന്നത്. അമിതമായി കപ്പത്തൊണ്ട് കഴിച്ചതിനെ തുടർന്ന് കുട്ടി കർഷകരായ മാത്യുവിന്റെയും ജോർജിന്റെയും 13 പശുക്കളാണ് നേരത്തെ ചത്തത്. ഇവരെ ചേർത്ത് പിടിച്ച് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ രംഗത്തെത്തിയിരുന്നു. പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്.